നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ കാര്യം? ഈ വീട്ടിലുണ്ടായിരുന്ന മൂദേവി വീടൊഴിഞ്ഞു പോയി. ഇതിപ്പോ എന്റെ വീടാ. നിന്റെ വീടോ? ആദ്യേ നിന്റെ അച്ഛനൊന്ന് നിന്റെ പേര് വാങ്ങി തരട്ടെ, എന്നിട്ട് നികളിക്കാടി. ഞാൻ അങ്ങോട്ട് വന്ന നികളിച്ചില്ലല്ലോ. ഇങ്ങോട്ട് വന്ന ഇതൊക്കെ കാണേണ്ടി വരും. ആ, നീ എന്താടി വെട്ടുകത്തി കാണിച്ചെന്നെ പേടിപ്പിക്കാണോ? അതങ്ങോട്ട് മാറ്റി വെക്കടി, എന്നിട്ട് സംസാരിക്കേ. ഞാൻ ഇത് വെച്ചൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആ, അല്ലാതെ നിങ്ങളെ കണ്ടപ്പോ എടുത്തൊന്നുമല്ല. പേടിയുണ്ടെ ഞാനിത് മാറ്റിയേക്കാം. അന്ന് എന്റെ കൈവാക്കിന് വന്നു നിന്ന് അടി വാങ്ങിയിട്ട് ഞാൻ മനഃപൂർവ്വം അടിച്ചു എന്ന് പ്രചരിപ്പിച്ച ആളാ. ഇനി ഇവരെങ്ങാനും ഞാൻ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടാൻ വന്നെന്നെങ്ങാനും പറഞ്ഞാലോ? മതിയടി, നിർത്ത്. അല്പനർത്ഥം കിട്ടിയാലേ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിന്റെ അച്ഛൻ അമ്മയുടെ തറവാട്ടിൽ നിന്ന് കുറെ കാശ് കിട്ടിയെന്ന് വെച്ച് ഈ ലോകം തന്നെ വിലക്ക് വാങ്ങാന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു വിചാരമൊന്നും ഇല്ലെങ്കിലും ഈ വീട് എന്റെ അച്ഛൻ എനിക്ക് വാങ്ങി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അപ്പൊ പിന്നെ നിനക്ക് കൂടുതൽ സൗകര്യമായല്ലോ അല്ലേ? നീ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് ആ രവിയെ ഇളക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എടി, നീ അവനായിട്ട് എന്താടി ബന്ധം? ചോദിച്ച കേട്ടില്ലേടി? നീ എന്റെ മോനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും അയക്കോ. അതിനു മുമ്പ് ഈ നാട്ടിൽ കിടന്ന് പേരുദോഷം ഉണ്ടാക്കിയാലുണ്ടല്ലോ. ഉണ്ടാക്കിയ നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും മാത്രമേ പറ്റുന്നുണ്ടോ? അതങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്നെ അപമാനിച്ചിറക്കി വിടാൻ നിങ്ങൾക്ക് ഹർഷയെ കൂട്ടുപിടിക്കാമെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ മകനെയും നാണം കെടുത്താൻ എനിക്ക് രവിയെയും കൂട്ടുപിടിക്കാം. രവി ഇന്നിവിടെ വന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അവൻ ഇനിയും വരും. വിളിച്ചു വരുത്തും ഞാൻ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യും. ദേ, നീ അനുഭവിക്കോടി. എനിക്കും എന്റെ മോനും ഈ നാട്ടിലൊരു വിലയും നിലയൊക്കെ ഉണ്ട്. അന്തസ്സും അഭിമാനവും വിടാതെയാ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. നീയായിട്ട് അത് കളഞ്ഞു കുളിച്ചാ ഞങ്ങള് വെറുതെ നിൽക്കൊന്നും നീ കരുതണ്ട. നിന്നെ നിന്റെ കുടുംബത്തിനെയും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. ഈ വാക്ക് നീ കുറിച്ചു വെച്ചോടി. ഇതൊന്നും ആരും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇന്ദുമോൾ ഞങ്ങളുടെ മരുമകളായി വരണമെന്ന് പണ്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പിന്നെ ആ ബന്ധം നടക്കില്ലെന്നായപ്പോ രാഹുലിന് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടെത്തുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഉള്ളിൽ വിഷമമുണ്ടായിട്ടും ഇന്ദുമോളുടെയും സത്യന്റെയും കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്വന്തം മകളുടെ കല്യാണം കൂടാനെന്ന പോലെയാ. സത്യം പറയാലോ സച്ചി, ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ ഇങ്ങനെയൊരു ഫ്രോഡായി പോയല്ലോ എന്നതിനേക്കാൾ ദുഃഖം നമ്മുടെ ഇന്ദുമോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്താ. ഇപ്പൊ തന്നെ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മകനെ ന്യായീകരിക്കാനോ അവനോട് ക്ഷമിക്കണമെന്ന് പറയാനോ അല്ല, ഇന്ദുമോളെയും നിങ്ങളെ ആശ്വസിപ്പിക്കാനാ. നിങ്ങളുടെ ദേഷ്യവും പ്രതിഷേധവും ഒക്കെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാ. രാഹുൽ ഞങ്ങളുടെ മകനായി പോയതുകൊണ്ട് അവന് വേണ്ടി മാപ്പ് ചോദിക്കാനുള്ള കടമ ഞങ്ങൾക്കുണ്ട്. പൊറുക്കാൻ കഴിയുമെങ്കിൽ പൊറുക്ക. ഇന്ദുവിനെ നഷ്ടപ്പെട്ടപ്പോഴാ അവൻ അവന്റെ കൂട്ടുകാരിയായിട്ട് അടുത്തത്.
വീണ്ടും ഇന്ദുവിനെ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഏതൊരു സാഹചര്യത്തിലായാലും ഇനി ആരൊക്കെ നിർബന്ധിച്ചിട്ടായാലും ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കേ വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടരുതെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ബോധം അവനില്ലേ? ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിന്റെ സൂചന അവൻ നൽകിയിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ അവന് നിർബന്ധിക്കുമായിരുന്നോ? സത്യനോട് ഞങ്ങൾക്ക് ഒരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. അവന്റെ തള്ളയുടെ സ്വഭാവം കാരണം മാറി ചിന്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. പിന്നെ ഞങ്ങളെന്തോ മണ്ടത്തരം കാണിച്ചതുപോലുള്ള ബന്ധുക്കളുടെ കുത്തുവാക്കുകളും. ഇപ്പൊ ചിന്തിക്കുമ്പോ അത് തന്നെ മതിയായിരുന്നു തോന്നുക. അന്തസ്സും അഭിമാനവും ഇല്ലെങ്കിലും എന്റെ മോളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഭർത്താവ് അവൾക്ക് ഉണ്ടാകുമായിരുന്നു. ഇല്ല സഹോദരി, ഇത് നമ്മളുടെ മകളുടെ യോഗം തന്നെയാ. കാരണം നമ്മളെല്ലാവരും പുനരാലോചന നടത്തിയെങ്കിലും സത്യൻ മാറാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ നമ്മൾ ആ കല്യാണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടാവണം സത്യൻ തന്നെ ആദ്യം പിന്മാറാൻ തയ്യാറായത്. അതെ സച്ചി, അർദ്ധരാത്രിയില് വീട്ടിലൊന്ന് വിളിച്ചുണർത്തി സത്യന ഞങ്ങളോട് ഇക്കാര്യം സംസാരിച്ചത്. അവൻ തന്നെയാണ് ഇന്ദുവിനെ രാഹുൽ കല്യാണം കഴിക്കുന്ന ഡിമാൻഡ് ആദ്യം മുന്നോട്ട് വെച്ചത്. അപ്പോഴും രാഹുലോ ഞങ്ങളോ അത് സമ്മതിച്ചതല്ല. പക്ഷേ രത്നപ്രഭ സത്യനും കൂടെ വന്നവർക്കും വാക്കുകൊടുത്തു. സത്യത്തിലെ രത്നപ്രഭയുടെ ആഗ്രഹത്തിന്റെ മുമ്പിലാ എന്റെ മോൻ നിശബ്ദനായി പോയത്. അവന് അത്രമാത്രം ഇഷ്ടമായിരുന്നു അവര്. കുട്ടിക്കാലത്ത് അവൻ അമ്മയെന്ന് അവരെ വിളിച്ചിരുന്നു. അതൊക്കെ ഓർത്തപ്പോ കുറച്ച് സമയത്തേക്ക് അവനെ സ്നേഹിക്കുന്ന പെണ്ണിനെ അവൻ മറന്നു. ബാക്കിയെല്ലാം മറന്നു. അങ്ങനെ അവര് പറയുമ്പോ ഞങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോവായിരുന്നു. എന്തായാലും നഷ്ടം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് മാത്രമാണല്ലോ. താലി കെട്ടിക്കഴിഞ്ഞ ഉടനെ രാഹുൽ അവന്റെ പെണ്ണിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയില്ലേ? ഇനി ഞങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി എന്താ? ഇനിയും നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു പോയി. അതിന്റെ പേരിൽ നമ്മളിങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോഴായിരിക്കും നമ്മുടെ മോള് കൂടുതൽ തകർന്നു പോകുന്നത്. നിങ്ങളുടെ ധർമ്മസങ്കടവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. രാഹുൽ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇതിനൊരു പരിഹാരം അവൻ തന്നെ പറയട്ടെ.